ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് യദു വി എസ് എന്നാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അറേയ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇത് നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനകത്തെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് അറേയ്സ് എന്ന് പറഞ്ഞിട്ട്. എന്താണ് അറേ, എന്തിനാണിത് യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഇതാണ്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ദ ഇൻറ്റ് എ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഈ ഒരു പീസ് ഓഫ് കോഡിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇൻറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എ എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ആവുകയും അതിന് ഏകദേശം 4 ബൈറ്റ്സ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, എത്ര ബൈറ്റ്സാ? 4 ബൈറ്റ്സ്. അപ്പോൾ ആ മെമ്മറി ലൊക്കേഷൻ്റെ പേര് എന്തായിരിക്കും? എ എന്നുള്ളതായിരിക്കും പേര്. ഓക്കെ, അപ്പോൾ എനിക്ക് ഒന്നിൽ കൂടുതൽ മെമ്മറി ലൊക്കേഷൻസ് വേണം എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ കോമയിട്ട് എഴുതാനും പറ്റും. ഇൻറ്റ് എ, ബി, സി, ഡി. ഇപ്പോൾ സംഭവിക്കുന്നത് ഇതുപോലെ തന്നെ എത്ര മെമ്മറി ലൊക്കേഷൻസ് ക്രിയേറ്റ് ആവും? എ എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ആവും, ബി എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ആവും, സി എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ആവും, അതുപോലെ തന്നെ ഡി എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എനിക്കിങ്ങനെ 4 മെമ്മറി ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എനിക്കൊരു 100 മെമ്മറി ലൊക്കേഷൻ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് 100 മെമ്മറി ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അവിടെയാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൻ്റെ പ്രത്യേകത വരുന്നത്. അതാണ് അറേയ്സ്. ഓക്കെ, അറേയ്സ് എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിനെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു വെച്ച ഒന്നിൽ കൂടുതൽ മെമ്മറി ലൊക്കേഷൻസ് വേണ്ടി വരുമ്പോഴാണ് എന്ത് ആവശ്യമായിട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അറേയ്സ് ആവശ്യമായിട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാനിപ്പോൾ പറഞ്ഞ ടൈപ്പ് ഒരേ ഒരു ടൈപ്പേ ഞാൻ പറഞ്ഞോളൂ. ഏതാണ് ആ ടൈപ്പ്? ഇൻറ്റ് എന്ന് പറയുന്ന ടൈപ്പ്. ഇനി ക്യാർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അറിയാം. ക്യാർ എ, ബി, സി, ഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ ഒരേ മെമ്മറി ലൊക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ടൈപ്പിലുള്ള മെമ്മറി ലൊക്കേഷൻസ്. ഓക്കെ, ഇത് ഞാനിവിടെ പറഞ്ഞത് ഇൻറ്റീജർ ആണ്, ഇവിടെ പറഞ്ഞത് ഏതാണ്? ക്യാരക്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഒരേ ടൈപ്പിലുള്ള മെമ്മറി ലൊക്കേഷൻസ്. അങ്ങനെ ഒരേ ടൈപ്പിലുള്ള മെമ്മറി ലൊക്കേഷൻസ് ഒരുപാട് വേണ്ടി വരികയാണ് എന്നുണ്ട് എങ്കിൽ നമ്മൾ ഇതാണ്ട് ഈ കൺസെപ്റ്റിലോട്ട് പോകും. ഏതാണ് കൺസെപ്റ്റിൻ്റെ പേര്? അറേയ്സ്. ഓക്കെ, ഇനി എന്താണ് അറേ, എങ്ങനെയാണ് ഇത് നമ്മൾ C++നകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അറേ എന്ന് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഒരേ ഡേറ്റ ടൈപ്പിലുള്ള ഒന്നിൽ കൂടുതൽ മെമ്മറി ലൊക്കേഷൻസ്. ഒരേ ഡേറ്റ ടൈപ്പിലുള്ള ഒന്നിൽ കൂടുതൽ എന്തോന്ന് മെമ്മറി ലൊക്കേഷൻസ്. അപ്പോൾ ഒരേ ഡേറ്റ ടൈപ്പിലുള്ള ഒന്നിൽ കൂടുതൽ മെമ്മറി ലൊക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ കൺസെപ്റ്റിലോട്ട് പോവാം. അറേയ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ട് പോവാം. എങ്ങനെയാണ് ഇനി അറേയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? അറേയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഇത് പറയുക, ഡേറ്റ ടൈപ്പ്. ഓക്കെ, എന്താണ് ഡേറ്റ ടൈപ്പ് എന്നുള്ളതും ഏതൊക്കെ ഡേറ്റ ടൈപ്പുകളാണ് ഉള്ളത് എന്നുള്ളതും ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം +1 പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, ആദ്യം എന്തിനെ പറയണം? ഡേറ്റ ടൈപ്പ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇതൊരു ഡേറ്റ ടൈപ്പാണ്. ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പാണ് അല്ലേ? അതുപോലെ ക്യാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡേറ്റ ടൈപ്പാണ്. അപ്പോൾ എന്ത് പറയണം? ആദ്യം ഡേറ്റ ടൈപ്പ് പറയണം. ദാറ്റ് മീൻസ് നമുക്ക് വേണ്ടുന്ന മെമ്മറി ലൊക്കേഷൻ അതെന്താണ്? ഇൻറ്റീജർ ആണോ വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് വേണ്ടത്? ക്യാരക്ടർ ആണോ വേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് പറയണം? ഡേറ്റ ടൈപ്പ് പറയണം. ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഇതുപോലെ കുറേ മെമ്മറി ലൊക്കേഷൻസ്, ഒരേ തരത്തിലുള്ള കുറേ മെമ്മറി ലൊക്കേഷൻസ് ആണ് നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അവയ്ക്ക് ഒരു പേരുണ്ടായിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് കാൾഡ് അറേ നെയിം. ഒരു അറേ ആയതുകൊണ്ട് ആ അറേ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആള് അറേ നെയിം. അറേ നെയിം എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫയർ ആണ്. ഐഡന്റിഫയർ അല്ലേ? നമ്മൾ ആദ്യം C++ പഠിച്ച സമയത്ത് നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ആരെക്കുറിച്ച്? ഐഡന്റിഫയറിനെ കുറിച്ച് അല്ലേ? മെമ്മറി ലൊക്കേഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റേറ്റ്മെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ആരെ യൂസ് ചെയ്യാറുണ്ട്?
ഐഡന്റിഫയേഴ്സിനെ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ഒരു ഐഡന്റിഫയർ ആണ് ആരെന്ന് പറയുന്നത്, അറേ നെയിം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ആ മെമ്മറി ലൊക്കേഷന് പറയപ്പെടുന്ന പേര്. ഓക്കെ, അപ്പോൾ എന്ത് പറയുക നമ്മൾ, അറേ നെയിം പറയുക. ദെൻ സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സൈസ് പറയുക. ദെൻ പുട്ട് എ സെമിക്കോളൻ. ഇതാണ് എന്തിൻ്റെ സിൻടാക്സ്, ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ സിൻടാക്സ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് പറയുക, ഡേറ്റ ടൈപ്പ്. ദെൻ എന്ത് പറയുക, സ്പേസ് ഇട്ടതിന് ശേഷം അറേയുടെ പേര്, ഏത് പേരിലാണ് ആ അറേ അറിയപ്പെടേണ്ടത്. ദെൻ അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ്. ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എന്ത് പറയുക, സൈസ് സ്പെസിഫൈ ചെയ്യുക. എത്ര എന്ത് വേണം, അറേസ് നമുക്ക് വേണം, അല്ലെങ്കിൽ അറേയിൽ എത്ര എലമെന്റ്സുകൾ വേണം, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ദാ ഇങ്ങോട്ട് നോക്കേ, ഇൻറ്റ്. ഓക്കെ, അറേയുടെ പേര് ഞാൻ എ എന്ന് കൊടുക്കുന്നു. ദെൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഞാൻ 5 എന്ന് കൊടുത്തു. ദെൻ പുട്ട് എ സെമിക്കോളൻ. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻറ്റീജർ ടൈപ്പിലുള്ള എത്ര മെമ്മറി ലൊക്കേഷൻസ് ക്രിയേറ്റ് ആവുകയാണ്, 5 മെമ്മറി ലൊക്കേഷൻസ് ക്രിയേറ്റ് ആവുകയാണ്. ഏത് ടൈപ്പിലുള്ള, ഇൻറ്റീജർ ടൈപ്പിലുള്ള എത്ര മെമ്മറി ലൊക്കേഷൻസ്, 5 മെമ്മറി ലൊക്കേഷൻസ്. ഈ 5 മെമ്മറി ലൊക്കേഷനോട് ചേർന്ന് ഒരൊറ്റ പേരേ ഉള്ളൂ. ഏതാണ് ആ പേര്, എ അല്ലേ. ഇവിടെ അറേ നെയിം ഏതാണ്, എ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര മെമ്മറി ലൊക്കേഷൻസ് ആണ് നമുക്ക് ക്രിയേറ്റ് ആകുന്നത്, 5 മെമ്മറി ലൊക്കേഷൻസ് നമുക്ക് ക്രിയേറ്റ് ആവും. 5 എന്ത് മെമ്മറി ലൊക്കേഷൻസ്, 5 ഇൻറ്റീജർ മെമ്മറി ലൊക്കേഷൻസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻറ്റീജർ മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്ര ബൈറ്റ്സുകൾ ഉണ്ടാവും, 4 ബൈറ്റ്സുകൾ ഉണ്ടാവും. അങ്ങനെ എത്ര എണ്ണം, 5 എണ്ണം. ഓക്കെ, ദാറ്റ് മീൻസ് ഒന്നാമത്തെ മെമ്മറി ലൊക്കേഷൻ, രണ്ടാമത്തെ മെമ്മറി ലൊക്കേഷൻ, ദെൻ മൂന്നാമത്തെ മെമ്മറി ലൊക്കേഷൻ, ദെൻ 4, 5. ഓക്കെ, അപ്പോൾ എത്ര എണ്ണമായി, 5 മെമ്മറി ലൊക്കേഷൻസ് ക്രിയേറ്റഡ് ആയി. ഓക്കെ, ഇനി ഈ 5 മെമ്മറി ലൊക്കേഷനോട് ചേർത്ത് ഒറ്റ പേരേ ഉള്ളൂ. എന്താണ് ആ പേര്, എ എന്നുള്ളതാണ് ഈ 5 മെമ്മറി ലൊക്കേഷനും ചേർത്തുള്ള ഒരേ ഒരു പേര് അല്ലേ. അപ്പോൾ ഓരോ മെമ്മറി ലൊക്കേഷനും എത്ര ബൈറ്റ്സ് ഉണ്ട്, 4 ബൈറ്റ്സ് ഉണ്ട്. ഇവിടെ 4 ബൈറ്റ്സ് ഉണ്ട്, ഇവിടെ 4 ബൈറ്റ്സ് ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട് അല്ലേ. അപ്പോൾ മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്, മൊത്തം ഈ മെമ്മറി സൈസ് എത്രയാ, ഒരിടത്ത് 4, അങ്ങനെ എത്ര എണ്ണം, 5 എണ്ണം. Therefore ടോട്ടൽ മെമ്മറി സൈസ് എത്രയാണ്, 5 × 4. ദാറ്റ് മീൻസ് എത്ര ബൈറ്റ്സ് ആണ്, 20 ബൈറ്റ്സ് ആണ് എന്ത്, ടോട്ടൽ മെമ്മറി എന്ത്, അതിൻ്റെ സൈസ് ക്രിയേറ്റ് ആവുന്നത്. എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, ദാ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, ഇൻറ്റ് എ ഓഫ് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ഇതിനകത്ത് ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻ ഏതാണെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യണം, സെക്കൻഡ് മെമ്മറി ലൊക്കേഷൻ ഏതാണെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യണം, അടുത്ത മെമ്മറി ലൊക്കേഷൻ ഏതാണെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്തേ പറ്റൂ. എങ്ങനെയാണ് നമ്മൾ ഈ പറയപ്പെടുന്ന ഓരോ മെമ്മറി ലൊക്കേഷൻസിനെയും എന്ത് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓരോ മെമ്മറി ലൊക്കേഷൻസിനും പൊസിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് ദാ ഇങ്ങനെയാണ്, സബ്സ്ക്രിപ്റ്റ്സ് എന്നാണ് വിളിക്കുന്നത്. സബ്സ്ക്രിപ്റ്റ്, അറേയുടെ പൊസിഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്, സബ്സ്ക്രിപ്റ്റ്സ് എന്ന്. അപ്പോൾ ഓരോ മെമ്മറി ലൊക്കേഷൻസിനും എന്തുണ്ടാകും, പൊസിഷൻസ് ഉണ്ടാകും. ആ പൊസിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദാണ്ടെ ഈ നമ്പറിലാണ്, 0. ഓക്കെ, അപ്പോൾ അറേയുടെ എന്ത് പൊസിഷൻസ് അല്ലെങ്കിൽ എന്ത് സബ്സ്ക്രിപ്റ്റ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് നമ്പറിലാണ്, 0 എന്ന് പറയുന്ന നമ്പറിൽ. ഓക്കെ, therefore next one 1, next 2, next 3, next 4. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആളുടെ സൈസ് എത്രയായിരുന്നു, 5 ആയിരുന്നു അല്ലേ. therefore എത്ര വന്നു, 5 എണ്ണം വന്നു, സ്റ്റാർട്ടിങ് ഫ്രം 0, 0, 1, 2, 3, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സബ്സ്ക്രിപ്റ്റുകൾ സൈസ് 5 ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്റ്റിന്റെ ലാസ്റ്റ് നമ്പർ എത്ര ആയിരിക്കും, 4 ആയിരിക്കും.
ദാറ്റ് മീൻസ് സൈസ് n ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്പർ എത്രയായിരിക്കും? n-1 ആയിരിക്കും. ബിക്കോസ് എന്താണ് കാരണം? എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്? സ്റ്റാർട്ടിങ് ഫ്രം 0. ഓക്കെ, അപ്പോൾ എന്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു? അറയുടെ സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അറയുടെ പൊസിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0, 1, 2, 3, 4 അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഓരോ മെമ്മറി ലൊക്കേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പൊസിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 0, 1, 2, 3, 4. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഓക്കെ, ഒന്നാമത്തെ മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പൊസിഷനിലുള്ളതാണ്? 0th പൊസിഷനിലുള്ളതാണ് അല്ലേ? അപ്പോൾ ആ 0th പൊസിഷനിലുള്ള മെമ്മറി ലൊക്കേഷനെ ഐഡന്റിഫൈ ചെയ്ത് നോക്കുക. എ, അറയുടെ പേരാണ് എ എന്നുള്ളത് അല്ലേ? ദെൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അറയുടെ പൊസിഷൻ. ഓക്കെ, അപ്പോൾ എ സ്ക്വയർ ബ്രാക്കറ്റിൽ എന്തോന്ന്? 0. ഓക്കെ, അപ്പോൾ അടുത്ത എന്താ എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ടും എ സ്ക്വയർ ബ്രാക്കറ്റിൽ എന്തോന്ന്? 1. അടുത്തത് എങ്ങനെ പോകും? എ സ്ക്വയർ ബ്രാക്കറ്റിൽ 2. അങ്ങനെ ലാസ്റ്റ് വൺ എ സ്ക്വയർ ബ്രാക്കറ്റിൽ എന്താ? 4. അപ്പോൾ ഇങ്ങനെയാണ് അറയ്ക്കകത്തുള്ള ഓരോ എന്തോന്നും ഇൻറ്റീജർ മെമ്മറി ലൊക്കേഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് മെമ്മറി ലൊക്കേഷൻ ആണ്? ഇൻറ്റീജർ മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ അങ്ങനൊന്നുമില്ല, ഏത് മെമ്മറി ലൊക്കേഷൻ ആയാലും ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അറയുടെ പേര്, ദെൻ എന്തോന്ന്? സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എന്ത് പറയണം? അതിൻ്റെ പൊസിഷൻ പറയണം, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? സബ്സ്ക്രിപ്റ്റ് എന്നാണ്. അറയുടെ പൊസിഷൻ അല്ലെങ്കിൽ മറ്റൊരു പേര് സബ്സ്ക്രിപ്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ അറയ്ക്കകത്തുള്ള എന്തിനെ? ഓരോ എലമെന്റ്സുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു മെമ്മറി ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻറ്റ് എ ഓഫ് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ദാ ഇങ്ങനെ എന്താവും? ഒരു മെമ്മറി ക്രിയേറ്റ് ആവും. ആ മെമ്മറിക്ക് എന്ത് വരും? ഒരു പേര് വരും. എന്താണ് പേര്? എ എന്നുള്ളതാണ്. ദെൻ അതിനെന്ത് കാണും? പൊസിഷൻസ് കാണും, അല്ലെങ്കിൽ എന്ത് കാണും? സബ്സ്ക്രിപ്റ്റ്സ് കാണും. ഓക്കെ, അപ്പോൾ ആ സബ്സ്ക്രിപ്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ എലമെന്റ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അറയിൽ എങ്ങനെയാണ് ഈ മെമ്മറി ലൊക്കേഷൻസ് ക്രിയേറ്റ് ആകുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഏകദേശം നമ്മൾ പറഞ്ഞു താണ്ട് ഇങ്ങനെയൊക്കെയാണ് മെമ്മറി ലൊക്കേഷൻസ് ക്രിയേറ്റ് ആവുന്നത് അല്ലേ? ശരിക്കും നമ്മൾ പറഞ്ഞായിരുന്നു ഓരോ ഇടത്തും അല്ലേ എത്ര ബൈറ്റ്സാ? 4 ബൈറ്റ്സ് ആണ് അല്ലേ? ബിക്കോസ് ഓരോ മെമ്മറി ലൊക്കേഷൻസും എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റീജർ മെമ്മറി ലൊക്കേഷൻസ് ആണ് അല്ലേ? അപ്പോൾ ഇൻറ്റീജർ മെമ്മറി ലൊക്കേഷൻസ് ആകുമ്പം ഓരോന്നിനും എത്ര ബൈറ്റ്സ് ഉണ്ടാവും? 4 ബൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ശരിക്കും മെമ്മറി എങ്ങനെയാണ് ക്രിയേറ്റ് ആകുന്നത്? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാണ്ടെ ഒരെണ്ണം എടുക്കുകയാണ് അല്ലേ? 0th പൊസിഷനിലുള്ള ഒരാളെ എടുക്കുകയാണ്, 0th പൊസിഷൻ. അപ്പോൾ അവിടെ എത്ര മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാകണം? എത്ര ബൈറ്റ്സ് ഉണ്ട് അല്ലേ? 4 ബൈറ്റ്സ് ഉണ്ട്. therefore ഇതിനെ എത്ര ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും? 4 ബൈറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അല്ലേ? അപ്പോൾ ഓരോ ബൈറ്റിൻ്റെ പ്രത്യേകത, ഈ ഓരോ ബൈറ്റിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ യുണീക്കായിട്ട് ഒരു നമ്പർ ഉണ്ടാവും. അത് നമ്മൾ പണ്ട് ആദ്യകാലങ്ങളിൽ പഠിച്ച സമയത്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഒരു ബൈറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാകും? യുണീക്കായിട്ടൊരു നമ്പർ ഉണ്ടാകും. ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? മെമ്മറി അഡ്രസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? മെമ്മറി അഡ്രസ്. ഓക്കെ, കാരണം ഇന്റേണലി എന്ത് ചെയ്യാൻ? സിസ്റ്റത്തിന് ഐഡന്റിഫൈ ചെയ്യണം ഓരോ മെമ്മറി ലൊക്കേഷൻസിനെയും. അങ്ങനെ സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ത് വഴിയാണ്? മെമ്മറി അഡ്രസ്. മെമ്മറി അഡ്രസ് മീൻസ് ഒരു യുണീക്ക് നമ്പറാണ്. സപ്പോസ് ഒരു ഉദാഹരണത്തിന് ഈ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 1000 എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മെമ്മറി ലൊക്കേഷൻ്റെ എന്ത്? മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? 1000 ആണ്. therefore സ്വാഭാവികമായിട്ടും അടുത്തത് 1001, 1002 and 1003. അപ്പോൾ 1000 തുടങ്ങി 1001, 1002, 1003 വരെ ആകുമ്പോൾ ഏത് പൊസിഷനിൽ ഉള്ള? 0th പൊസിഷനിലുള്ള എന്ത് അവസാനിക്കും? മെമ്മറി ലൊക്കേഷൻ അവസാനിക്കും. അപ്പോൾ നെക്സ്റ്റ് എങ്ങനെയായിരിക്കും? ഇവിടെയും എത്ര എണ്ണം വരും? 4 എണ്ണം വരും. ഓക്കെ, therefore 1004, 1005 and 1006 then 1007 ആകുമ്പോൾ ഇത്രയും ആകുമ്പോൾ
എന്ത് അവസാനിക്കും? ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻസ്. ഇത്രയും ആകുമ്പോൾ ഏത്? 0th മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ ലൈക്ക് വൈസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? 1008, 1009, then 1010, 1011 ആകുമ്പോൾ എത്ര? തേർഡ് മെമ്മറി ലൊക്കേഷൻ അവസാനിക്കും. അപ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ എന്ത് ക്രിയേറ്റ് ആവുന്നത്? ഒരു അറേ ക്രിയേറ്റ് ആകുമ്പോൾ അതിൻ്റെ എന്ത് ക്രിയേറ്റ് ആകുന്നത്? മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മെമ്മറി എങ്ങനെയാണ് എന്ത് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇന്റേണലി മെമ്മറി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി എന്ത്? മെമ്മറി അഡ്രസ് എന്ന് പറയുന്നൊരു ടേം. ഓരോ എന്ത് ബൈറ്റിനും യുണീക്കായിട്ട് എന്തുണ്ടൊരു നമ്പർ ഉണ്ട് അല്ലേ? ആ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെമ്മറി അഡ്രസ് എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ആ മെമ്മറി അഡ്രസ് നമ്മളിപ്പോൾ താൽക്കാലികമായി എത്ര എന്ന് എടുത്തു? 1000 എന്നെടുത്തു. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അറേ നെയിം, ഓക്കെ, അറേ നെയിം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇക്വലന്റ് ടു ദി സ്റ്റാർട്ടിംഗ് അഡ്രസ്. സ്റ്റാർട്ടിംഗ് അഡ്രസ് എന്തിൻ്റെ? അറേയുടെ. ഇവിടെ ഏതാണ്? ഇത്രയും മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. ഇത്രയും മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടെങ്കിലും സ്റ്റാർട്ടിംഗ് അഡ്രസ് ഏതാണ്? 1000 ആണ്. Therefore ഞാൻ എ എന്ന് പറയുന്ന ഒരാളെ, ദാറ്റ് മീൻസ് ഇവിടെ അറേയുടെ നെയിം എന്താണ്? എ എന്നാണ് അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്ന ഒരാളെ ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണെന്നുണ്ട് എങ്കിൽ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 1000 ആയിരിക്കും അല്ലേ? എപ്പോഴും 1000 ആയിരിക്കും? ഇല്ല, ഞാനിവിടെ എന്തായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്? ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മളിവിടെ എന്നിരിക്കട്ടെ? 1000 എന്നിരിക്കട്ടെ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത് ക്രിയേറ്റ് ആവുന്നത്? അറയ്ക്ക് ഒരു മെമ്മറി എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഇന്റേണലി എങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത്? ഓക്കെ, അപ്പോൾ അടുത്തത് അറേ ഇനിഷ്യലൈസേഷൻ. ഓക്കെ, എന്താണ് ഇനിഷ്യലൈസേഷൻ? ഇനിഷ്യലൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ഇനിഷ്യലൈസേഷൻ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 5. ഓക്കെ, അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എ എന്ന് പറയുന്ന എന്ത് ക്രിയേറ്റ് ആവും? ഒരു മെമ്മറി ക്രിയേറ്റ് ആവും. ആ മെമ്മറി ക്രിയേറ്റ് ആവുന്നതിന് കൂടെ തന്നെ അതിനെന്തും കൂടി കിട്ടും? ഒരു വാല്യൂ കൂടി കിട്ടും അല്ലേ? അപ്പോൾ ഒരു മെമ്മറി ക്രിയേറ്റ് ആകുമ്പോൾ അതിന് കിട്ടുന്ന ആദ്യത്തെ വാല്യൂ അല്ലേ? അങ്ങനെ ഒരു വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് എന്തെന്ന് വിളിക്കാം? ഇനിഷ്യലൈസേഷൻ എന്ന് വിളിക്കാം അല്ലേ? ഇനിഷ്യലൈസേഷൻ. ഇനി എന്താണ് അറേ ഇനിഷ്യലൈസേഷൻ? അറേ ഇനിഷ്യലൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ അറയ്ക്കകത്തുള്ള എല്ലാ എലമെന്റ്സുകൾക്കും എന്ത് കൊടുക്കുക? വാല്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ വാല്യൂ കൊടുക്കുന്നത് നോക്കാം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, ഇൻറ്റ് എ ഓഫ് 5 എന്നെടുക്കും. അപ്പോൾ നമുക്കറിയാം എത്ര എലമെന്റ്സുകളുണ്ട്? 5 എലമെന്റ്സുകളുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ മെമ്മറി ക്രിയേറ്റ് ആവുന്നതും അത് എങ്ങനെയാണ് അലോക്കേറ്റ് ആവുന്നതും എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഒന്ന് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കോണേ. കേർലി ബ്രേസസ് സ്റ്റാർട്ട് ചെയ്യാം. കേർലി ബ്രേസസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ മെമ്മറിക്ക് എന്ത് വാല്യൂ ആണ് നമ്മൾ കൊടുക്കേണ്ടത്? ഓക്കെ, അത് കൊടുക്കുക. സപ്പോസ് ഞാനിപ്പോൾ ദാണ്ടെ 5 എന്ന് കൊടുത്തു. അപ്പോൾ ഇത് എവിടെയായിരിക്കും പോകുന്നത്? ഇത് ദാണ്ട് ഇവിടെ വന്നിരിക്കും. ഏത്? 0th പൊസിഷനിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ 8 എന്ന് കൊടുത്തു. അപ്പോൾ ഇത് ഏത് പൊസിഷനിൽ പോയിരിക്കും? ഫസ്റ്റിൽ. ഓക്കെ, നെക്സ്റ്റ് ഞാനിപ്പോൾ ദാണ്ടെ 12 എന്ന് കൊടുത്തു. അപ്പോൾ ഇതെവിടെ പോകും? ദാ ഇവിടെ വരും. നെക്സ്റ്റ് ദാണ്ടെ 15, ദെൻ 20. ദെൻ ഞാൻ എന്ത് ക്ലോസ് ചെയ്യുന്നു? കേർലി ബ്രേസസ് ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ദെൻ പുട്ട് എ സെമിക്കോളൻ. അപ്പോൾ ആദ്യ എത്ര എണ്ണം ഉണ്ട്? മൊത്തം 5 എണ്ണം ഉണ്ട് അല്ലേ? 5 എണ്ണത്തിൽ നോക്കിയ വാല്യൂ പോകുന്നു. നോക്കിയേ, 0th പൊസിഷനിലെ വാല്യൂ ഏതാണ്? 5 ആണ്. ദെൻ ഫസ്റ്റിൽ 8, ദെൻ അടുത്തത് 12, ദെൻ 15, ദെൻ 20. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പറയപ്പെടുന്ന എത്ര മെമ്മറി ലൊക്കേഷൻസ്? ഇവിടെ 5 മെമ്മറി ലൊക്കേഷൻസ്. ഈ 5 മെമ്മറി ലൊക്കേഷൻസിനും എന്ത് കിട്ടി? വാല്യൂ കിട്ടി. ഓക്കെ, therefore this statement is called as initialization. ഓക്കെ, എന്തിനെയാണ് നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? അറേയാണ് നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇനി നോക്കേ, നമ്മൾ എപ്പോഴും ഈ ഒരു ടൈപ്പിനെ കുറിച്ചാണ് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇൻറ്റീജർ ടൈപ്പ്, ഇൻറ്റീജർ ടൈപ്പ്. വേറൊരു ടൈപ്പ് എടുക്കാൻ നമുക്ക്. സപ്പോസ് ഒരു ക്യാരക്ടർ ടൈപ്പ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കേ, ക്യാരക്ടർ ടൈപ്പ് ഞാനിപ്പോൾ സപ്പോസ് പേര് കൊടുത്തു, എ എന്ന് തന്നെ പേര് കൊടുത്തു, എ ഓഫ് 5. പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം? എന്താ? ടൈപ്പ് ഏതാണ്? ഇൻറ്റീജർ അല്ല. ഏതാണ് ടൈപ്പ്? ക്യാരക്ടർ ടൈപ്പിലുള്ള മെമ്മറി ലൊക്കേഷൻസ് ആണ് അല്ലേ? അപ്പം ഞാനിവിടെ എന്ത് കൊടുക്കുമ്പോൾ
എലമെന്റ്സുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, എന്തേ കൊടുക്കാൻ പാടുള്ളൂ? ക്യാരക്ടേഴ്സേ കൊടുക്കാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത് നോക്കിയേ. ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ പഴയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് കൊടുക്കുന്നത്? ക്യാരക്ടർ കോൺസ്റ്റൻസുകളാണ് കൊടുക്കുന്നത് അല്ലേ? ഇവിടെ നമ്മൾ എന്താ ഇൻറ്റീജേഴ്സ് കൊടുത്തു. ഇൻറ്റീജേഴ്സ് മീൻസ് ഇൻറ്റീജർ കോൺസ്റ്റൻസുകളായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. ഇവിടെ കൊടുക്കുമ്പോൾ എന്തായിരിക്കണം കൊടുക്കേണ്ടത്? ക്യാരക്ടർ കോൺസ്റ്റൻസ്. ക്യാരക്ടർ കോൺസ്റ്റൻസ് എങ്ങനെയാണ്? സിംഗിൾ കോട്ട്സിനകത്താണ് വരുന്നത് അല്ലേ? ക്യാരക്ടർ കോൺസ്റ്റൻസ് സിംഗിൾ കോട്ട്സിനകത്ത്. സപ്പോസ് ഞാനിവിടെ കൊടുക്കുകയാണ് യെസ്, ഓക്കെ, അപ്പോൾ എന്ത്? സിംഗിൾ കോട്ടിൽ യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ മെമ്മറി ക്രിയേറ്റ് ആവുന്നത്? എ എന്ന് പറഞ്ഞിട്ട് മെമ്മറി ക്രിയേറ്റ് ആവും അല്ലേ? ഫസ്റ്റിൽ ഏത് ലെറ്റർ വരും? എസ് എന്ന് പറയുന്ന ലെറ്റർ വരും. ഏത് പൊസിഷനിൽ? 0th പൊസിഷനിൽ. ഓക്കെ, therefore ഞാൻ നെക്സ്റ്റ് അടുത്തത് എന്ത് കൊടുത്തു? ടി എന്ന് കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അടുത്ത പൊസിഷനിൽ ഏത് ലെറ്റർ വരും? ടി എന്ന് പറയുന്ന ലെറ്റർ. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് എന്താണ്? ഇവിടെ ഇൻറ്റീജർ കോൺസ്റ്റൻസ് വരുന്നു, ഇവിടെ ആര് വരുന്നു? ക്യാരക്ടർ കോൺസ്റ്റൻസ് വരുന്നു. ക്യാരക്ടർ കോൺസ്റ്റൻസ് കൊടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത്? സിംഗിൾ കോട്ട്സിനകത്തേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, സപ്പോസ് ഞാൻ കണ്ട അടുത്ത ഒരെണ്ണം കൊടുത്തു O, അടുത്തത് കൊടുത്തു A, അടുത്തത് B. ഓക്കെ, അപ്പോൾ അടുത്തടുത്ത മെമ്മറി ലൊക്കേഷൻസിൽ എങ്ങനെ വരും? O, A എന്തെന്ന് വരും? B എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തത് എന്താണെന്ന് മാത്രമേ ഉള്ളൂ? ക്യാരക്ടർ കോൺസ്റ്റൻസുകൾ ആണ് എന്ന് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇതുപോലെ നമുക്ക് എന്ത് കൊടുക്കാം? ഫ്ലോട്ട് കൊടുക്കാം അല്ലേ? ഫ്ലോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ സപ്പോസ് എന്താണ് വരുന്നതെന്ന് വിചാരിക്കുക, ഫ്ലോട്ട് ആണ് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്കിപ്പം എങ്ങനെ 5.1 അല്ലേ? ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് അല്ലേ? അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസുകളായിട്ട് കൊടുക്കണം. 5 എന്ന് കൊടുക്കാൻ പറ്റില്ല, കാരണം 5 പോയിന്റ് എന്തെന്ന് കൊടുക്കണം? 0 എന്ന് കൊടുക്കണം അല്ലേ? ഇവിടെ എന്ത് കൊടുക്കാം? 8ന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? 8.0 എന്ന് കൊടുക്കാം. ബിക്കോസ് അതെന്താ റീസൺ? എന്താ? ആര്? ഫ്ലോട്ട് ആണെന്നുള്ള റീസൺ അല്ലേ? ഫ്ലോട്ട് ആകുമ്പോൾ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? എപ്പോഴും റിയൽ കോൺസ്റ്റൻസുകളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ? ഡെസിമൽ നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുന്നതിനെ, ഈ സ്റ്റേറ്റ്മെന്റ്സുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അറേ ഇനിഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഈ അറേ ഇനിഷ്യലൈസേഷനിൽ ഞാൻ താണ്ടെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം വരുത്തി. എന്താണ് വ്യത്യാസം? ഇൻറ്റ് എ സ്ക്വയർ ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തില്ല? സൈസ് കൊടുത്തില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. ഇതിനകത്ത് എത്ര എന്തുണ്ട്? നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5. ഓട്ടോമാറ്റിക്കലി ഇയാൾ എത്ര സൈസ് എടുത്തോളും? 5 എന്ന് പറയുന്ന സൈസ് എടുത്തോളും. അപ്പോൾ ഇവിടെ സൈസ് കൊടുക്കേണ്ട കാര്യം ഉണ്ടോ? എന്ത് ചെയ്യുമ്പോൾ? അറേ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് കൊടുക്കണമെന്ന് നിർബന്ധം ഇല്ല. അവിടെ സൈസ് കൊടുക്കണമെന്ന് നിർബന്ധം ഇല്ല. അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്നത്? അറേ ഇനിഷ്യലൈസേഷൻ.